കോൺഗ്രസ് സഹയാത്രികൻ ബി റെജിയിലേക്കാണ്. ബി റെജി, 140 വർഷത്തെ പാരമ്പര്യം പേരുന്ന ഗ്രാൻഡ് ഓൾഡ് പാർട്ടി ഈ രാജ്യത്തോട് ചെയ്ത ചതികൾ കൂടി നമുക്കൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. ഏറ്റവും ഒടുവിൽ പറഞ്ഞു നിർത്തിയത് സിംല കരാറിനെ കുറിച്ചായിരുന്നു. അന്ന് ലാഹോർ വരെ ചെന്നു, പിന്തിരിഞ്ഞ് സൈന്യത്തിന് തിരിച്ചു പോകേണ്ടി വന്നു. ആരുടെ നിർദ്ദേശപ്രകാരം? ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം 93,000 പാക് യുദ്ധ തടവുകാരെ മോചിപ്പിച്ചു കൊടുത്തു. പക്ഷേ അപ്പോഴും നമ്മുടെ ജയിലിൽ കഴിയുന്ന 54 ഇന്ത്യക്കാരെ, പാകിസ്ഥാൻ ജയിലിൽ കഴിയുന്ന 54 ഇന്ത്യക്കാരുടെ കാര്യം വിട്ടുപോയി ഇന്ദിരാഗാന്ധി. കേരളത്തിൽ തന്നെയുണ്ട് നിലമ്പൂർ കോവിലകത്തെ പൈലറ്റായിരുന്ന ഉണ്ണിത്താൻ. അദ്ദേഹത്തെ ആ വീട്ടുകാർ കണ്ടിട്ടില്ല. പാകിസ്ഥാൻ ജയിലിൽ കിടന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അങ്ങനെ രാജ്യത്തോട് ഏതെങ്കിലും വിധത്തിലുള്ള കമ്മിറ്റ്മെൻ്റ് ഒക്കെ എത്രത്തോളം ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രത്തിൽ ഇടം പിടിച്ച സംഗതിയാണ്. പീർപ്പാഞ്ചാൽ, പഞ്ചാബ്, സിന്ധ് ഇതൊക്കെ നമ്മുടെ കൈകളിലേക്ക് വരുന്ന ഒരു സമയത്താണ് ഈ ഓപ്പറേഷൻ നിർത്തി മടങ്ങാൻ സൈന്യത്തോട് ആവശ്യപ്പെടുന്നത്. ഈ ചതിക്ക് ഇപ്പോഴെങ്കിലും മറുപടി പറയണ്ടേ റെജി? നീലിമ, നിങ്ങൾക്ക് എങ്ങനെ ഇത്ര കോൺഗ്രസ് വിരുദ്ധത പറയുവാൻ നിങ്ങളുടെ നാവിൻ തുമ്പിന് കഴിയുന്നു എന്ന് നമ്മുടെ രാജ്യത്തിന് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങി നിങ്ങളുടെ കൈവെള്ളയിൽ വെച്ച് തന്ന ഈ രാഷ്ട്രീയ പാർട്ടിയോട് ഇത്ര വിദ്വേഷം നിങ്ങൾ പുലർത്തുന്നത് എന്താണ്? എന്താണ് രാഷ്ട്രീയമായ ഒരു അന്ധത എന്തുകൊണ്ടാണ് ബാധിച്ചിരിക്കുന്നത്? ഇത്ര സങ്കുചിതമായിട്ട് എന്താണ് ചിന്തിക്കുന്നത്? കോൺഗ്രസിന്റെ ആദർശത്തെക്കുറിച്ച് നീലിമയ്ക്ക് അറിയാമോ? കോൺഗ്രസ് ദേശീയതയിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസ് സോഷ്യലിസത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസ് ഇൻക്ലൂസീവ് ഗ്രോത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. കോൺഗ്രസ് സെക്കുലറിസത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ്. ആ കോൺഗ്രസ് ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി പോകാൻ നീലിമ, ഭീകരപ്രവർത്തനത്തിന്റെ ഇരകളായി അത് അനുഭവിക്കേണ്ടി വന്ന 2 രാഷ്ട്ര നേതാക്കന്മാരെ സംഭാവന ചെയ്ത പാർട്ടിയാണ് ഇന്റർനാഷണൽ കോൺഗ്രസ്. നോക്കൂ, ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ. സെൽഫ് ഗോളാണ് പലപ്പോഴും നീലിമയുടെ ഭാഗത്തു നിന്ന് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പാർലമെന്റിൽ പറഞ്ഞു POK എവിടെ? ഇപ്പോ എന്തുകൊണ്ട് നിങ്ങൾ ഒരു സീസ് ഫയർ നിർത്തി? എന്തുകൊണ്ട് POK നമുക്ക് ലഭിച്ചില്ല? അത് മാത്രമാണോ ഈ സീസ് ഫയർ ആദ്യം പ്രഖ്യാപിച്ചതാണ്? ഈ വെടിനിർത്തൽ ആദ്യം പ്രഖ്യാപിച്ചതാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. നീലിമ, ഒറ്റ കാര്യം, വിദേശകാര്യ സെക്രട്ടറിയുടെ ഇന്ന് റിലീസായ ആ പത്രസമ്മേളനത്തെ കുറിച്ച്, അല്ലെങ്കിൽ ആ വെളിപ്പെടുത്തലിനെ സംബന്ധിച്ച് എന്താണ് നീലിമ പറയാനുള്ളത്? അതിലൊരു വെളിപ്പെടുത്തലുമില്ല. നിങ്ങളുടെ നേതാവ് പറഞ്ഞത് ANI ആ ട്വീറ്റ് തന്നെ ഡിലീറ്റ് ചെയ്തു എന്നതാണ്. ANI വളരെ കൃത്യമായി ഇപ്പോഴും ജയശങ്കർ പറഞ്ഞത് അവിടെ കിടക്കുന്നുണ്ട്.